9ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ അച്ഛനോടൊരു തീരുമാനം പറഞ്ഞു, ഞാൻ പഠിത്തം നിർത്താൻ പോകും. ആ കോളനി പോയി നോക്കി അറിയാം, കക്കൂസ് ഉണ്ടാക്കി കൊടുത്ത്, ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത കക്കൂസിൻ്റെ ആ കമ്മോട് മണ്ണിട്ട് നികത്തിയിട്ട് അതിലാൾ താമസിക്കുന്ന ഇപ്പോഴും. അന്ന് വയനാട്ടിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ മർദ്ദിച്ച് ഒതുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു മനുഷ്യനാണ്. ഇയാളുടെ കയ്യിലാണ് ഞാൻ പോയി പെടുന്നത്. ചെവി അടിച്ച് പൊട്ടിച്ചു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ നടുവിന് തൊഴിക്കൽ. എന്നിട്ട് VS-ൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൊരു പ്രയോഗമുണ്ട്, നിനക്ക് ദിവാനാകണം മല്ലേട ഡേഷ് മോനെ എന്ന് ചോദിച്ചാണ് മാഷെ പണ്ട് എന്നെ അടിച്ചത് പോലീസ്. മാഷ് ഡയറ്റിൽ അധ്യാപകനായിരുന്നു. ദീർഘകാലം അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് വയനാട്ടിൽ അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുടിയേറ്റ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളും കൂടിയാണ്. സാധാരണ ഇതിൽ നമുക്കറിയാം മുത്തങ്ങ സമരം എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ പ്രശ്നം കൂടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്നതാണ്. അങ്ങനെ ഒരാൾ ആദിവാസി വിഭാഗങ്ങളുടെ ഭൂപ്രശ്നത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മാഷിൻ്റെ പേര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ഒരുപാട് നിയമ നടപടികളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം, എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം ഇങ്ങനത്തെ ഒരു തിരിച്ചറിയുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുടിയേറ്റക്കാരൻ എനിക്ക് എന്നെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ വയനാട്ടിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ കുടിയേറ്റ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഞാൻ വല്യാപ്പൻ എന്ന് വിളിക്കും, വല്യാപ്പനായിട്ടാണ് വന്നത്. അന്നത്തെ ഒരു ജന്മിവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിനാണ് വന്നത്. എൻ്റെ വല്യാപ്പൻ അന്ന് ഈ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഉള്ള ഒരു താഴക്കാട്ട് മന എന്ന് പറഞ്ഞൊരു മനയിലെ തലപ്പുലയനായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു കാര്യസ്ഥനായിട്ടുള്ള എന്തോ ഒരു നായരുമായിട്ട് വലിയ പ്രശ്നമുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വല്യാപ്പന് അന്ന് വല്യാപ്പനും വല്യാപ്പൻ്റെ സഹോദരനും ഒരു സഹോദരിയാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യസ്ഥൻ വല്യാപ്പൻ്റെ സഹോദരിയോട് എന്തോ ഒരു മോശമായിട്ടുള്ള പരാമർശം നടത്തുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ട് അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവർ ജ്യേഷ്ഠനും അനുജനും കൂടെ ഈ കാര്യസ്ഥൻ നായർക്ക് വൈകുന്നേരം ഒരു മദ്യസേവയുണ്ട്. അപ്പം അത് കഴിഞ്ഞ് അയാൾ വരുന്ന വഴിക്ക് അയാളെ തല്ലി ഇവർ രണ്ടുപേരും കൂടെ തല്ലിയിട്ട് അനിയൻ അന്ന് വിട്ടതാണ്, ഇടുക്കി ജില്ലയിൽ എവിടെയോ പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ യാതൊരു ബന്ധവും കിട്ടിയിട്ടില്ല. വല്യാപ്പനാണെങ്കിൽ വയനാട്ടിലേക്ക്, അവിടുന്ന് ഒരു കണ്ണയത്ത് കുട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ അയാളുടെ ഒപ്പം വയനാട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് ശരിക്കും കുടിയേറ്റത്. വയനാട്ടിൽ വന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള കുടിയേറ്റക്കാർ മുഴുവൻ ഭൂമി അന്വേഷിച്ചാണ് വന്നത്. പക്ഷേ എൻ്റെ വല്യാപ്പൻ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല വന്നത്. അവിടെ അന്ന് കുടികിടപ്പൊക്കെ കിട്ടിയ എന്തോ ഒരു 5 സെൻറ്റോ 2 സെൻറ്റോ മറ്റേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അത് വേറെ ആർക്കോ കൊടുത്തിട്ടാണ് വല്യാപ്പൻ അവിടുന്ന് വിട്ടത്. അപ്പോൾ ഇങ്ങനെ ഈ അച്ഛനും വല്യാപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവമാണ്. അങ്ങനെയാണ് എൻ്റെ കുടിയേറ്റ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭൂമിയൊന്നും കാര്യമായിട്ടുണ്ടാകും. അപ്പോൾ വല്യാപ്പൻ വന്ന ഈ ക്രിസ്ത്യൻ കുടിയേറ്റക്കാരന് ഉള്ള സ്ഥിരം പണിക്കാരനായിട്ടാണ് വല്യാപ്പൻ അവിടെ ചെയ്തത്. എൻ്റെ അച്ഛൻ വല്യാപ്പനാണെങ്കിൽ 2-3 ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽപ്പെട്ട ഒരു ഭാര്യയിലുള്ള മകനാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛനിങ്ങനെ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. 4-ലോ 5-ലോ മറ്റോ പഠിക്കുന്ന സമയത്താണ് ഈ വല്യാപ്പനെ പോരുന്നത്. അപ്പോൾ വല്യാപ്പൻ വയനാട്ടിൽ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ കാലി മേയ്ക്കുന്നത് ആദിവാസികളാണ്. അപ്പോൾ ആദിവാസി പയ്യന്മാരെ ഈ കുടിയേറ്റ ക്രിസ്ത്യാനികൾ കുടിയേറ്റ, നമ്മളങ്ങനെ ജാതി മതം പറയുന്നത് ശരിയല്ല, തെറ്റില്ല. അപ്പോൾ ഈ കുടിയേറ്റ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ ആ ഭാഗത്ത് മുഴുവൻ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിൽപ്പെട്ട ആരോ വല്യാപ്പൻ നന്നായിട്ട് കള്ളു കുടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കള്ളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട്, എന്തിനാ വെറുതെ മുളയെന്നാന്ന് പറയാം, ഈ വെറുതെ മുളയനെ അന്ന് അവിടെ ഇങ്ങനെ പിന്നെ പഠിക്കാനൊന്നും വിട്ടിട്ട് കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്രയോ ഒരു കൂലിയൊക്കെ പറഞ്ഞു, അത്രയും കൂലിക്ക് ഈ കാലിമേക്കലിന് ശമ്പളം കിട്ടും. അങ്ങനെയാണ് വല്യാപ്പൻ എൻ്റെ അച്ഛനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അച്ഛന് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നില്ല, അവരവിടെ താമസിച്ചു. അവർ വേറെ അമ്മയ്ക്കുള്ളതാണ്. അച്ഛൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് എൻ്റെ വല്യമ്മ, അച്ഛൻ്റെ അമ്മ,
അച്ഛൻ്റെ അമ്മയും വന്നു. അങ്ങനെ പിന്നീട് എൻ്റെ അച്ഛൻ കുറേയേറെ ഈ ക്രിസ്തീയ ഭവനങ്ങളിൽ, അവിടെയുള്ള വീടുകളിൽ പിന്നെ കാലി ചെറുക്കനായിട്ട് കഴിഞ്ഞുകൂടുമായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ മുതിർന്നതും. അച്ഛൻ അന്ന് 17 18 വയസ്സുള്ളപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു. അങ്ങനെയാണ് ഞാനുണ്ടായത്. ഇതാണ് എൻ്റെ ഒരു പൂർവ്വ ചരിത്രം. ശരിക്കും ഈ കുടിയേറ്റ ചരിത്രത്തിൽ 2 തരം കുടിയേറ്റക്കാരുണ്ട് അല്ലേ? അതെ അതെ. ഞാൻ എപ്പോഴും എനിക്കൊരു ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുടിയേറ്റക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന പൂച്ചകൾ എന്ന് വിളിച്ചിട്ടുള്ള ഈ വലിയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ഇതൊക്കെ നടന്നതായിട്ട് ഞാൻ പ്രത്യേകിച്ചും കണ്ണൂർ മേഖലയിൽ അത് വേറെ പ്രശ്നം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും ദളിത് ക്രിസ്ത്യൻസാണ്. എൻ്റെ വല്യാപ്പനൊന്നും മതം മാറിയ ആളല്ല, ഒറിജിനൽ പുലയർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ പ്രശ്നം വേറെയാണ് ശരിക്കും. അത് കരിക്കോട്ടക്കരിയുടെ ഒക്കെ ഇന്ന് പറഞ്ഞ പശ്ചാത്തലം എന്ന് പറയുന്നത് അത് വേറെയാണ്. അതല്ല ഇത് ഇങ്ങനെ വല്യാപ്പനാണ്. എന്നിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മറ്റ് ഞങ്ങളുടെ ജാതിക്കാരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കൊണ്ടുവന്നത് വല്യാപ്പനാണ്. കാരണം ഇവിടെ പണിക്ക് ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട്. നാട്ടിലാണെങ്കിൽ ഈ ബോണ്ടഡ് ലേബർ ആണല്ലോ, അതിൽ നിന്നൊരു മോചനം എന്നുള്ള രീതിയിൽ പലരും വല്യാപ്പൻ്റെ കൂടെ വന്നവരാണ്. അപ്പോൾ വല്യാപ്പൻ ആദ്യം പിടിച്ചിരുന്ന ഭൂമിയിൽ തന്നെ ഓരോ ഭാഗത്ത് ഇവർ കുടിൽ കെട്ടി. അങ്ങനെ അന്നത്തെ നിലയ്ക്ക് ഒരു 1 ഏക്കർ 2 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അന്നത്തെ പുലയരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭൂമിയാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും 1 ഏക്കർ 1.5 ഏക്കറൊക്കെ സ്ഥലമുള്ള ആളുകളാണ് എൻ്റെ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ ഈ കുടിയേറ്റക്കാരായിട്ടുള്ള യഥാർത്ഥത്തിൽ ആദിവാസി ഇഷ്യൂ പ്രധാനമായിട്ടും കടന്നു വരുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കഥ എൻ്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അച്ഛൻ വളരെ അച്ഛന് നല്ലോണം വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഈ നിൽക്കുന്ന ഈ ഇടയനായിട്ട് നിൽക്കുന്ന വീടുകളിൽ മുഴുവൻ അവിടെയുള്ള പിള്ളേർ പഠിക്കാൻ പോയിട്ട് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന പുസ്തകം മുഴുവൻ അച്ഛൻ എടുത്തുകൊണ്ട് വന്ന് വായിക്കുമായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ വായന തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ അതിനുശേഷം ഒരിക്കൽ കർഷക സംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് കർഷക സംഘത്തിൻ്റെ അച്ഛനോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കർഷക സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് കോളിയാടി എന്ന് പറയുന്ന ഞങ്ങളുടെ അങ്ങാടിയിൽ നടക്കുകയാണ്. അപ്പോൾ അധികം ആൾക്കാർ ഈ കുടിയേറ്റ ക്രിസ്ത്യൻസ് ആണെന്ന് കംപ്ലീറ്റ് അവിടെ അന്ന് മുഴുവൻ പിന്നെ കോൺഗ്രസ്സുകാരാണ്. ഇപ്പോൾ അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ആ കുടിയേറ്റ കോൺഗ്രസ് വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യൻ ഫാമിലി മുഴുവൻ ഇപ്പോൾ CPM ആണ്. അതാണ് രാഷ്ട്രീയമായിട്ട് വന്നൊരു മാറ്റം. അപ്പോൾ പിന്നെ അങ്ങനെ അച്ഛൻ ഈ യോഗത്തിൽ പോയി ഇവരുടെ പ്രസംഗം കേട്ട് നിൽക്കുമ്പോൾ അതിൽപ്പെട്ട ആരോ ഒരാൾ, അച്ഛൻ ആരാന്ന് പേര് കൊണ്ടൊന്നും ഇതില്ല, അതിൽപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് ഈ പയ്യൻ മാത്രം ഇതിങ്ങനെ പൊതുയോഗം അവസാനം വരെ കേട്ടോണ്ട് നിന്നല്ലോ, അപ്പം നീ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പിന്നെ അവർ കർഷക സംഘമായിട്ട് ബന്ധപ്പെട്ടിട്ട് അച്ഛനെ കർഷക സംഘത്തിലാണ് ആദ്യം കൂട്ടുന്നത്. അങ്ങനെ അച്ഛൻ കർഷക സംഘത്തിൽ കൂടി. അത് കഴിഞ്ഞ് അച്ഛൻ CPM ആയി. CPMൻ്റെ കാലത്ത് CPM അങ്ങനെ ഒരിക്കൽ ഈ CPMൻ്റെ പരിപാടിയായിട്ട് അച്ഛൻ കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ചു. അതിൽ മുഴുവൻ ആദിവാസികളാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സാക്ഷരതാ ക്ലാസ് കൊടുക്കുന്നുണ്ട് യൂണിയൻ ഓഫീസിൽ വെച്ച് തന്നെ. യൂണിയൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസാണ്. അപ്പോൾ അതിൽ ചില ദിവസങ്ങളിലൊക്കെ അച്ഛൻ്റെ കൂടെ ഞാനും ഇവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഈ മേഖലയിലേക്ക് വരുന്നത്. പിന്നെ അന്ന് പിന്നെ അതുമാത്രമല്ല, ആദിവാസി മേഖലയായിട്ടുള്ള എനിക്കുള്ള ബന്ധം, എൻ്റെ ഈ കോളിയാടി എന്ന് പറയുന്ന സ്ഥലം ഒരു കുടിയേറ്റ ക്രിസ്ത്യാനികൾ, ആദിവാസികൾ, ഈ 2 വിഭാഗക്കാരേ ഉള്ളൂ ശരിക്കും. അതിൽ തന്നെ എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു പണിയ കോളനി ഉണ്ട്. പണിയ കോളനി ഒന്നല്ല 3-4 ഉണ്ട്. പിന്നെ കുറുമരുടെ 3-4 കോളനി ഉണ്ട്. പിന്നെ കാട്ടുനായ്ക്കരുടെ ഒരു കോളനി ഉണ്ട്. ഊരാളിമാരുടെ ഒരു കോളനി ഉണ്ട്. അപ്പോൾ വയനാട്ടിലെ പ്രധാന അടിയരും കുറിച്ചരും ഒഴികെയുള്ള എല്ലാ ആദിവാസികളും എൻ്റെ വീടിൻ്റെ ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽപ്പെട്ട പലരും അന്നൊക്കെ നമുക്ക് സ്കൂളിൽ അന്ന് പണിയരും കാട്ടുനായ്ക്കരൊന്നും സ്കൂളിൽ പോവില്ല. സ്കൂളിൽ പോയിരുന്നത് കുറുമർ മാത്രമാണ്. അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് ആളുകൾ എൻ്റെ
ക്ലാസ്മേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ ആദ്യം ഈ പാനൂരിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. ആഫ്രിക്ക. അപ്പോൾ നമ്മുടെ ബാലറാം മാഷെ അറിയില്ലേ? ബാലറാം മാഷായിരുന്നു എൻ്റെ കൽപ്പറ്റയിലെ എൻ്റെ മാഷ്. അപ്പോൾ ബാലറാം മാഷുമായിട്ട് അന്ന് മുതലേ ഭയങ്കര ബന്ധമാണ്. അപ്പോൾ മാഷ് എനിക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന അല്ലാതെ മാഷുടെ പേരിൽ പുസ്തകം എടുത്തിട്ട് എനിക്ക് വായിക്കാൻ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് മാഷുടെ ഒപ്പം ഞാൻ പഠിക്കുന്നത് ശരിക്ക് അപ്പോൾ ബത്തേരിയിൽ ഞാൻ 7ാം ക്ലാസ് വരെ കോളിയാടി തന്നെ ഒരു UP സ്കൂളുള്ളതിലാണ് പഠിച്ചത്. അപ്പോൾ ഹൈസ്കൂളിൽ വിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കോളർഷിപ്പൊക്കെ കിട്ടി, പിന്നെ നല്ലോണം പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എന്നെ നല്ലൊരു സ്കൂളിൽ വിടണമെന്ന് ആൾക്കാർ ഉപദേശിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്നെ അച്ഛൻ കൊണ്ടുവന്ന് കൽപ്പറ്റയിലുള്ള ഒരു ട്രൈബൽ ഹോസ്റ്റലിൽ ചേർക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ 2 വർഷത്തോളം 8ലും 9ലും അന്ന് ഒരു ഗാന്ധിയൻ നേതാവായിരുന്നു ഞങ്ങളുടെ വാർഡൻ. അയാളുമായിട്ടുള്ള പടലപ്പണക്കങ്ങൾ ഉണ്ടാവുകയും അപ്പോൾ ഞങ്ങൾ ഈ പിള്ളേർ ഇയാളെന്ന് മാതൃഭൂമിയുടെയൊക്കെ ഒരു ലേഖകനൊക്കെയാണ്. അപ്പോൾ ഇയാൾ രാത്രിയാണ് വരിക. രാത്രി വരുമ്പോഴത്തേക്കും നമ്മൾ തപ്പിച്ച് തൊട്ടപ്പുറത്തുള്ള സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇയാൾ അത് മാത്രമല്ല, ഈ ബാലറാം മാഷൊക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ട് ഇപ്പം ഞാനെന്തോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളത്, ഇയാൾ കോൺഗ്രസ്സാണ്, സംഘടനാ കോൺഗ്രസ്സുകാരനാണ്. അയാൾക്ക് അതിനോടുള്ള എൻ്റെ വിരോധം കൊണ്ട് അച്ഛനെ വിളിച്ച് എപ്പോഴും പറയും നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ മോശമായിപ്പോയി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവസാനം 9ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ അച്ഛനോടൊരു തീരുമാനം പറഞ്ഞു, ഞാൻ പഠിത്തം നിർത്താൻ പോവാണ്. ഇനി ഞാൻ പഠിക്കണമെങ്കിൽ എന്നെ സ്കൂൾ മാറ്റണം. സ്കൂൾ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്, നല്ല സ്കൂളാണ്, നല്ല ടീച്ചേഴ്സ് ഉണ്ട്, നല്ല ലൈബ്രറി ഉണ്ട്, അതുകൊണ്ട് സ്കൂൾ ഇഷ്ടമാണ്. പക്ഷേ ഈ വാർഡനെ കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനം ഞാൻ അച്ഛൻ അന്ന് നോക്കുമ്പോൾ കോഴിക്കോട് ജില്ല, വയനാട് ജില്ല വന്നിട്ടില്ല. 70 71 അല്ല 75 76 കാലത്താണ്. അപ്പോൾ എന്നെ അച്ഛൻ പറഞ്ഞു, അപ്പോൾ നോക്കുമ്പോൾ കോഴിക്കോട് വന്നിട്ട് വേണം ഈ ഇടക്കാലത്ത് മാറണമെങ്കിൽ. DD ഓഫീസ് അന്ന് കോഴിക്കോടാണല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വർഷം കൂടെ നീ ഇവിടെ നിൽക്ക്, അത് കഴിഞ്ഞ് നിന്നെ 10ാം ക്ലാസ്സിൽ ചീരാൽക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10ാം ക്ലാസ്സിൽ ഞാൻ വേറെ സ്കൂളിലേക്ക്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിലേക്ക് പോയി. അപ്പോൾ അന്ന് അവിടെ ഈ ഹോസ്റ്റലിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഗാന്ധി സദനം എന്നാണ് ആ ഹോസ്റ്റലിൻ്റെ പേര്. അപ്പോൾ അത് ഗാന്ധി ഫൗണ്ടേഷൻ്റെയോ അങ്ങനെ ആരുടെയോ ഒരു ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ഹോസ്റ്റലാണ്. അവിടെ എല്ലാ വിഭാഗം ആദിവാസികളും ഉണ്ട്. പിന്നെ പണിയരുണ്ട്, കുറിച്യരുണ്ട്, കുറുമരുണ്ട്, പിന്നെ അതുപോലെ കാട്ടുനായ്ക്കരുണ്ട്, ഊരാളിമാരുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുട്ടികളുടെ ഒരു പരിച്ഛേദത്തിൻ്റെ ഒപ്പം 2 വർഷം ജീവിച്ച അനുഭവം കൂടെ എനിക്ക് ഈ മേഖലയായിട്ടുണ്ട്. ഈ ആദിവാസികളുടെ ഒരു ഇഷ്യൂ, ഭൂപ്രശ്നമാണ് ആദിവാസികളുടെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളൊരു നമ്മളൊരു തിരിച്ചറിവ് ഡെവലപ്പ് ചെയ്യുന്നു. അതിപ്പോൾ തിരിച്ചറിവിന് വേറെ ഒന്നും വേണ്ട. ഇപ്പം സുൽത്താൻ ബത്തേരി, ഇപ്പം ഞാൻ താമസിക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ വലിയ സുൽത്താൻ ബത്തേരി നഗരസഭ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംശുദ്ധമായ നഗരസഭയാണ്, ഭയങ്കര വൃത്തിയാണ്, വെടുപ്പാണെന്നൊക്കെ പറഞ്ഞു. അത് ആ നഗരസഭാ ഓഫീസിൻ്റെ ഒരു 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 50 മീറ്റർ അപ്പുറം ഒരു കോളനി ഉണ്ട്. ആ കോളനിയുടെ പേര് മാനിക്കുനി കോളനി എന്നാണ്. ആ കോളനി പോയി നോക്കിയാൽ അറിയാം, കക്കൂസ് ഉണ്ടാക്കി കൊടുത്ത്, ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത കക്കൂസിൻ്റെ ആ കമ്മോട് മണ്ണിട്ട് നികത്തിയിട്ട് അതിലാൾ താമസിക്കുന്ന ഇപ്പോഴും ഈ സുൽത്താൻ ബത്തേരി നഗരസഭയിലുള്ള ഒരു കോളനിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദിവാസികളോട് എന്തെങ്കിലും അനുഭവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കോളനിയിലുള്ള ഓരോ കാഴ്ചയും സഹിക്കാൻ പറ്റാത്തതാണ്. അതിദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് ഈ റേഷൻ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ മിക്കവാറും പണ്ടൊക്കെ റേഷൻ കാർഡ് ഇല്ലായിരുന്നു ആദിവാസികൾക്ക്, ഇപ്പോൾ റേഷൻ കാർഡ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ അതിദാരിദ്ര്യം ഉള്ളവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ആ ആനുകൂല്യങ്ങൾ കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയുന്നുണ്ട്. അതൊരു പ്രധാന പ്രശ്നങ്ങളാണ്. പിന്നെ ഇതിൽ ഒരു 80 അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഈ മഞ്ഞ കാർഡും നീല കാർഡൊക്കെ പോകും. അതോടുകൂടി ആദിവാസികൾ പഴയതുപോലെ തന്നെ റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ 80കളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആദിവാസി ഭൂപ്രശ്നത്തിന് രാഷ്ട്രീയമായിട്ട് നോക്കി കഴിഞ്ഞാൽ അതൊരു അന്യാധീനപ്പെട്ട ഭൂമി എന്ന് പറയുന്ന ഒരു ഇതിന് ചുറ്റാണ് അതിനെ കറങ്ങിക്കൊണ്ടിരുന്നത്. ആ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലേഖനങ്ങൾ ആയാലും രാഷ്ട്രീയ പാർട്ടികളുടെ സംസാരത്തിനുള്ളായാലും തിരിച്ചെടുത്ത് കൊടുക്കുക എന്നുള്ളൊരു ഇതാണ് ആ കാലത്തുണ്ടായിരുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ മാഷു അതിനെ കടന്നു പോയിട്ടുണ്ടോ?
അത് ഞാൻ പറഞ്ഞുതരാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1975 ഭൂനിയമം അന്യാധീനപ്പെട്ട ആ ഭൂനിയമം എന്നൊന്നും അല്ല അത്. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട നിയമം ആ നിയമത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിവാസികൾക്ക് ഭൂമി ഉള്ളവരായിട്ടുണ്ടായിരുന്നത് ഈ കുറുമ്പരും കുറിച്ചിലും മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ അപൂർവം ചില പണിയർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്തോ ചില ഭൂവിതരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിലും അത് മുഴുവൻ അന്യാധീനപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഈ കുറുമരുടെയും കുറിച്യരുടെയും വയലാണ്. അവർ നെൽകൃഷിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കരഭൂമിയില്ല. കരഭൂമി അവർ താമസിക്കുന്ന കോളനി തന്നെയുള്ളൂ. പക്ഷേ വയൽ ഉണ്ടായിരുന്നു. ഈ വയൽ മുഴുവൻ കുടിയേറ്റക്കാർ പണയത്തിനും പങ്കിനും ആയിട്ട് എടുത്തിട്ട് ഈ ഭൂപരിഷ്കരണം വന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മി ആരാ? ആദിവാസി. കുടിയാനാരാ? കുടിയേറ്റക്കാരൻ. അങ്ങനെ കുടിയാൻ എന്നുള്ള നിലയിൽ അങ്ങനെ കേപ്പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഈ അങ്ങനെ ആദിവാസി ഭൂമി അന്യാധീനപ്പെട്ട അങ്ങനെ ചരിത്രമുണ്ട്. പക്ഷേ ഇതാരും മൈൻഡ് ചെയ്തിരുന്നില്ല. മൈൻഡ് ചെയ്തിരുന്നില്ല. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഇന്ന് ഡോക്ടർ നല്ലതമ്പി തേര പരമാനന്ദ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ബത്തേരിയിൽ ഡോക്ടറായാൽ തമിഴ്നാട്ടുകാരനാണ്, തമിഴനാണ്. ഇദ്ദേഹം ബത്തേരിയിൽ വന്ന സമയത്ത് ഈ ആദിവാസി പ്രശ്നങ്ങൾ അയാൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ആദ്യം പറഞ്ഞിരുന്ന അയാൾ എന്തോ ഒരു വട്ട് കേസാന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അയാൾ എന്തെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിക്കുകയായിരുന്നു റായ്ബറേലിയിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്, ഡോക്ടറാണ്. ശരിക്കും MBBS ഒറിജിനൽ MBBS തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം വന്നതിന് ശേഷം ഈ ആദിവാസികൾക്ക് വേണ്ടിയുള്ള കണ്ടമാന നിയമപ്രശ്നങ്ങൾ പുള്ളി ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയിലടക്കം ഇയാൾ കേസിന് പോയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭയങ്കര സമ്മർദ്ദം വന്നു. ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം എന്താണെന്ന് വെച്ചാൽ ഈ കുടിയേറ്റക്കാർ കൈയടക്കിയ മുഴുവൻ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് നോട്ടീസ് വന്നു. ഈ നോട്ടീസ് വന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുടിയേറ്റക്കാരാകെ അലേർട്ടായതോടുകൂടി അന്ന് കേരളത്തിലെ ആദിവാസി ഭൂനിയമം 75 ഭൂനിയമം നടപ്പാക്കരുതെന്ന് ആദ്യമായിട്ട് തീരുമാനമെടുക്കുന്നത് CPIM-ൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റിയാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് 1996 പിന്നെ 96 തന്നെയാണെന്ന് തന്നെ എൻ്റെ ഓർമ്മ, അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ 96 നായനാർ ഗവൺമെൻറ് അന്ന് പുതിയൊരു നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൻ്റെ പേരും ആദിവാസികൾക്ക് ഭൂവിതരണം ചെയ്യണമെന്ന് പറഞ്ഞൊരു നിയമമാണ്. അതാദ്യം ഇവർ പാസ്സാക്കിയെങ്കിലും അന്ന് പ്രസിഡൻ്റായിരുന്ന KR നാരായണൻ അത് തിരിച്ചയക്കുക ചെയ്യുന്നത്. അതുപോലെ ഈ കുടിയേറ്റക്കാരുടെ ഭൂമി തിരിച്ചു പിടിക്കേണ്ട എന്നുള്ള 3 വകുപ്പുകൾ അദ്ദേഹം റദ്ദ് ചെയ്തു. അങ്ങനെയാണ് ഈ നിയമത്തിൻ്റെ ചരിത്രം. പക്ഷേ ഈ നിയമം നടപ്പാക്കിയാലും പണിയർക്കും കാട്ടുനായ്ക്കർക്കും ഊരാളിമാർക്കൊന്നും ഭൂമി കിട്ടില്ല, അരിയർക്കൊന്നും ഭൂമി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള സമരം ജെന്യൂനാണെന്ന് എനിക്ക് തോന്നാൻ കാരണം. മാഷി നേരത്തെ ഈ അന്യാധീനപ്പെട്ട ഭൂമിയും പ്രത്യേകിച്ചും ML പ്രസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ധാരാളം അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതായിട്ടും സമരങ്ങൾ നടത്തുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വഴിയെന്ന് മാഷ് തിരിച്ചറിയുന്ന ഈ പറഞ്ഞ പോലെയുള്ള അത് പിന്നെ എൻ്റെ അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ആദിവാസി ഭൂമി ഉണ്ടായിരുന്നു. ഒരു വയൽ, ഒരു 3/4 ഏക്കറോളം വരുന്ന വയൽ ഒരു ആദിവാസിയായിട്ടുള്ള ബാവു എന്ന് പറയുന്ന ഒരാളുടെ ഭൂമിയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂനിയമം നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രക്ഷോഭമൊക്കെ ആദിവാസികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വയനാട്ടിലുണ്ടായിരുന്ന ഒരു VT വിജയൻ എന്ന് പറഞ്ഞ ഒരു ലോഹ്യ സോഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെയൊക്കെ ഇതിൽ അങ്ങനെ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളിലും യോഗങ്ങളിലൊക്കെ അച്ഛൻ പോകുമായിരുന്നു. ഈ സമയത്ത് അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭൂമി നിരുപാധികം അയാൾക്ക് വിട്ടുകൊടുത്തു. നിരുപാധികം ഈ അന്ന് എത്രയോ 500 1000 രൂപയ്ക്കോ മറ്റോ പണയം വെച്ച ഭൂമിയാണിത്. ആ ഭൂമി ഒരു പൈസയും വാങ്ങാതെ അച്ഛൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാതൃകയാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കുടിയേറ്റക്കാരനും അവരുടെ ആദിവാസി ഭൂമി തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ. അന്ന് ആകെ സഖാവ് ഗൗരിയമ്മ മാത്രമാണ് ഇതിനെ എതിർത്തത്. ബാക്കിയുള്ള എത്ര കടമ്മനിട്ടി അടക്കം അന്ന് MLA ആണ്.
എന്നിട്ട് നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു നിന്നില്ലേ എന്ന് പാട്ട് പാടുകയും എന്നിട്ട് ഈ ആദിവാസി ഭൂനിയമത്തെ അട്ടിമറിക്കാൻ വേണ്ടി കൈവക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പൊതുസ്ഥിതി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യം കുടിൽകെട്ടി സമരം നടന്നു, അതിനുശേഷം പിന്നീട് മുത്തങ്ങയിലേക്ക് പോയി. അപ്പോൾ ആ ഒരു മൂവ്മെൻ്റായിട്ട് മാഷ് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? എനിക്ക് സത്യം പറഞ്ഞാൽ ആ മൂവ്മെൻറ്റായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അതിൽ പെട്ട ആളല്ല. കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഡയറ്റിലെ അധ്യാപകനാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇതിലൊക്കെ അങ്ങനെ ഞാൻ ഗോത്രസഭ പ്രവർത്തകനും ആയിരുന്നില്ല. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഈ രഹസ്യ പോലീസുകാർ നമ്മളെ ഭയങ്കരമായിട്ട് നോക്കിയിരുന്നു. അപ്പോൾ അവരും പിന്നെ അന്നത്തെ ഗീതാനന്ദൻ്റെ സവിശേഷമായിട്ടുള്ള അയാളുടെ ഡയറിയിൽ എൻ്റെ പേര് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്ന അന്ന് ജാനുവിനെയും ഗീതാനന്ദനെയും അറസ്റ്റ് ചെയ്ത ദിവസമായതുകൊണ്ട് അന്ന് കയ്യിൽ കിട്ടുന്നവരെ മുഴുവൻ പോലീസ് ഭീകരമായിട്ട് മർദ്ദിക്കുകയായതുകൊണ്ട് എന്നെ അവർക്ക് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ആളായിട്ട് പോലും എന്നെ തല്ലി ലെവലാക്കിയതുകൊണ്ട് അവർക്ക് എന്നെ വിടാൻ പറ്റിയില്ല. അത് പിന്നെ അങ്ങനെ കേരള പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ കേസുമായിട്ട് നടക്കേണ്ടി വന്നേനെ. അതാണ് എൻ്റെ ഒരു സമരത്തിൻ്റെ വസ്തുത. പിന്നീട് മാഷ് ഭയങ്കര ഒരു നടപടികൾ കുറേ നേരിട്ടുണ്ടായി. നടപടികൾ മർദ്ദനം, അതിഗുരുതരമായ മർദ്ദനേറ്റു. അതിൻ്റെ അനുഭവങ്ങളൊക്കെ തന്നെയായിരുന്നു, ജയിലനുഭവങ്ങൾ. അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്നെ ഡയറ്റിൻ്റെ ഓഫീസിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന ഉടനെ തന്നെ വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, അന്നത്തെ SI, അയാൾ ഒരു മർദ്ദക വീരനാണ്. കാരണം അന്ന് വയനാട്ടിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ മർദ്ദിച്ച് ഒതുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇയാളുടെ കയ്യിലാണ് ഞാൻ പോയി പെടുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ചെവി അടിച്ച് പൊട്ടിച്ചു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ നടുവിന് തൊഴിക്കൽ, അത് പിന്നീട് ഞാൻ ജയിലിൽ വെച്ചറിഞ്ഞത് ഈ നമ്മുടെ കാല് തളർന്നു പോകുന്ന ഒരു പ്രയോഗമാണെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ചെവി ഇയർ ഡ്രം പൊട്ടി, ഈ ഇടത് ചെവിയുടെ ഇയർ ഡ്രം പൊട്ടി. അത് പിന്നെ അവസാനം എനിക്ക് മുത്തങ്ങ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്നെ ചികിത്സിക്കാനുള്ളൊരു ഉത്തരവ് തന്നിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 13 ദിവസം ഞാൻ ജയിലിലും കിടന്നു. ബാക്കി ദിവസങ്ങളിൽ എന്നെ പോലീസ് ഇതിൽ തന്നെ ജയിൽ ഡെറ്റിന് തന്നെ അവിടെ പരിയാരം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയായിരുന്നു. അന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക ചെയ്തത്. ഈ ഇടതുചെവി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കർണപടം പൊട്ടിയതാണ്. അത് അന്ന് വിദഗ്ധ ചികിത്സ കിട്ടിയതുകൊണ്ട് മാത്രം ആ ചെവി കേൾക്കുന്നത്, ഇപ്പോൾ അല്ലെങ്കിൽ കേൾക്കില്ല. VS അന്ന് ഞാൻ അന്ന് എന്നെ 10ാം ബ്ലോക്കിലാണ് ഇട്ടിരുന്നത്. പഴയ നക്സൽ തടവുകാരെ ഇട്ടിരുന്ന ബ്ലോക്കാണ് 10ാം ബ്ലോക്ക്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മയക്കുമരുന്ന് കേസിലെ പ്രതികളാണ്. അപ്പോൾ എന്നെ ആദിവാസികൾ അന്ന് 2-3 ബ്ലോക്കുകളിൽ മുഴുവൻ ആദിവാസികളാണ് കണ്ണൂർ ജയിലിൽ. അപ്പോൾ അവരുടെ ഗൂഢാലോചനക്കാരനായിട്ടാണല്ലോ ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ എന്നെ ഇടാൻ പറ്റില്ല. എന്നെയും ഒരു അരൂഷ് എന്ന് പറഞ്ഞൊരു ആളെയും 2 പേരെ ഞങ്ങളെ ഈ 10ാം ബ്ലോക്കിലുള്ള ഒരു സെല്ലിലിട്ട് അടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയാണ് അന്ന് എനിക്ക് ഇന്നത്തെ പോലെ നിവരാനൊന്നും പറ്റില്ലായിരുന്നു. ഞാൻ കൂനിക്കൂടിയാണ് നടന്നിരുന്നത്. എനിക്ക് നടക്കാനും കഴിയില്ല തീരെ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 5 മണി മുതൽ 7 മണി വരെയാണ് സമയം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് ഭയങ്കര ഫെബ്രുവരി മാസത്തിലൊക്കെ കണ്ണൂർ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഞാനിത് കഴുകിയിടാൻ വേണ്ടി പോയ സമയത്താണ് പെട്ടെന്നൊരു വാർഡൻ വന്ന് എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ VS ഉണ്ട്, ഈ ബ്ലോക്കിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ VS എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ CPM കാരനല്ല, ഞാൻ പണ്ട് SFIയിലൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നല്ലാതെ പിന്നീട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നുമില്ല. ഞാൻ സഖാവിനോട് സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു കാര്യങ്ങളൊക്കെ. പക്ഷേ അന്നേരം VS എന്നോട് പറഞ്ഞത്, അതൊന്നും കുഴപ്പമില്ല മാഷേ. എന്നിട്ട് VSൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൊരു പ്രയോഗമുണ്ട്, നിനക്ക് ദിവാനാകണം മല്ലേടാ ഡേഷ് മോനെ എന്ന് ചോദിച്ചാണ് മാഷെ പണ്ട് എന്നെ അടിച്ചത് പോലീസ്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് മാഷ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കൂ, ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉന്നയിക്കും എന്ന് പറഞ്ഞിട്ടാണ് PS പോകുന്നത്. അതിനുശേഷം ഞാൻ ഈ മുത്തങ്ങ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ കേസിനും അതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ കേരളത്തിൽ സമീപിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ VS അച്യുതാനന്ദനാണ്.
VS അച്യുതാനന്ദൻ്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കന്റോൺമെൻറ് ഹൗസിൽ ഏത് സമയത്തും എനിക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനിലും കാണാത്തൊരു സവിശേഷത VSൻ്റെ ഈ ഒരു കാര്യമാണ്. പിന്നീടുള്ള ഇതിലും എല്ലാ കാര്യങ്ങളിലും VS തന്നെ ബന്ധപ്പെട്ടത്. VSന് അത് കഴിഞ്ഞ് തന്നെ CBI എൻക്വയറി നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയല്ലോ, എന്നെയും MK രാമദാസിനെയൊക്കെ ഒഴിവാക്കി. അപ്പോൾ ആ സമയത്ത് എന്നെ സർവീസിൽ തിരിച്ചു കയറ്റേണ്ട പ്രശ്നമുണ്ട്. അതിനൊക്കെ ഇടപെട്ടത് VS ആണ്. VS ഒന്ന് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് ഭരണകക്ഷിക്കാരോട് അന്നത്തെ മന്ത്രിയായിട്ടുള്ള നാലകത്ത് സൂപ്പിക്കൊക്കെ എത്ര തവണ എനിക്ക് വേണ്ടി ഫോൺ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടും അയാൾ എന്നോട് ഞാൻ ചെന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു മുത്തങ്ങലൊക്കെ ഉണ്ടായ ആളല്ലേ എന്ന്. എത്ര കാലം പുറത്തേക്ക് ഉണ്ടായിരുന്നു ജോലിയിൽ നിന്ന്? 6 മാസം. 6 മാസം. ഇപ്പോൾ പെൻഷനായി? അല്ല, അന്ന് പുറത്തു നിന്ന്, അന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു നിന്ന് 6 മാസം. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഈ CBI എൻക്വയറിയിൽ ചാർജ് ചെയ്യപ്പെടാത്തതുകൊണ്ട് എന്നെ തിരിച്ചെടുത്തു. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ കേരള പോലീസാണ് ചാർജ് ചെയ്തതെങ്കിൽ ഇപ്പോഴും ഞാൻ സർവീസിൽ കയറില്ല. കാരണം ഇപ്പോഴും മുത്തങ്ങ കേസുകൾ കൽപ്പറ്റ നടക്കുകയാണല്ലോ. നടന്നുകൊണ്ടിരിക്കുകയാണ്.